പൊതുചെലവ്. എന്താണ് പൊതുചെലവ്? 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തെ അടിസ്ഥാനമാക്കിയാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ് പൊതുചെലവെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ മൊത്തം ചെലവിനെ പൊതുചെലവെന്ന് പറയും. സർക്കാരിൻ്റെ ഒരു വർഷത്തെ മൊത്തം ചെലവാണ് പൊതുചെലവ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിന് ധാരാളം ചെലവുകളുണ്ട്. റോഡ് നിർമ്മിക്കാനുള്ള ചെലവ്, പാലങ്ങൾ നിർമ്മിക്കാനുള്ള ചെലവ്, റെയിൽവേ നിർമ്മിക്കാനുള്ള ചെലവ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിപാലിക്കാനുള്ള ചെലവ്, പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയുള്ള ചെലവ്, ഇങ്ങനെ ധാരാളം ചെലവുകളുണ്ട്. ഈ മൊത്തം ചെലവിനെ പൊതുചെലവ് എന്ന് വിളിക്കും. പൊതുചെലവിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: വികസന ചെലവെന്നും വികസനേതര ചെലവെന്നും. എന്താണ് വികസന ചെലവെന്ന് നോക്കാം. വികസന ചെലവെന്ന് പറഞ്ഞാൽ വികസനത്തിന് വേണ്ടിയുള്ള ചെലവാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. അഥവാ ഗവൺമെൻറ് പണം ചെലവഴിക്കുമ്പോൾ രാജ്യത്ത് വികസനം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ചെലവിന് വികസന ചെലവെന്ന് പറയും. ഉദാഹരണം: റോഡ് നിർമ്മിക്കാനുള്ള ചെലവ്, റെയിൽവേ നിർമ്മിക്കാനുള്ള ചെലവ്, മെട്രോ നിർമ്മിക്കാനുള്ള ചെലവ്. ഗവൺമെൻറ് ഇതിനെല്ലാം പണം ചെലവഴിക്കുമ്പോൾ രാജ്യത്ത് വികസനം ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വികസന ചെലവായി പരിഗണിക്കും. രണ്ടാമത്തതാണ് വികസനേതര ചെലവ്. ഗവൺമെൻറ് പൊതുചെലവ് നടത്തുമ്പോൾ രാജ്യത്ത് വികസനമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അത്തരം ചെലവിനെ വികസനേതര ചെലവായി കണക്കാക്കും. ഉദാഹരണം: പെൻഷൻ കൊടുക്കാനുള്ള ചെലവ്, പലിശ കൊടുക്കാനുള്ള ചെലവ്, യുദ്ധത്തിനുള്ള ചെലവ്. ഗവൺമെൻറ് യുദ്ധം നടത്താനായി എത്ര കോടികൾ ചെലവഴിച്ചാലും രാജ്യത്ത് യാതൊരുവിധ വികസനവും കടന്നു വരില്ല. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പൊതുകടം വീട്ടാനായി പലിശ കൊടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എത്ര പണം ചെലവഴിച്ചാലും അതൊന്നും രാജ്യത്ത് യാതൊരു വികസനവും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വികസനേതര ചെലവായി കണക്കാക്കും. ഇനി എക്സാമിന് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്: പൊതുചെലവ് വർദ്ധിക്കാനുള്ള കാരണം എന്ത്? ആധുനിക കാലത്ത് എല്ലാ രാജ്യങ്ങളുടെയും പൊതുചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. പൊതുചെലവ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്നാമത്തതാണ് പ്രതിരോധ മേഖലയിലെ ചെലവിൻ്റെ വർധനവ്. ഓരോ രാജ്യത്തും പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പണത്തിൻ്റെ ചെലവ് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. രണ്ടാമത്തതാണ് ക്ഷേമ പ്രവർത്തനങ്ങളിലെ ചെലവിൻ്റെ വർധനവ്. മൂന്നാമത്തത് വികസന പ്രവർത്തനങ്ങളിലുണ്ടായ വർധനവ്. ഗവൺമെൻറ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പൊതുചെലവിനെ വർദ്ധിപ്പിക്കും. നാലാമത്തതാണ് നഗരവൽക്കരണം. രാജ്യത്ത് നഗരങ്ങൾ വളർന്നു വരുമ്പോൾ ആ നഗരത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുക, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ പണം ചെലവഴിക്കേണ്ടതായി വരും. ഇത്തരത്തിൽ നോക്കുമ്പോൾ നഗരവൽക്കരണം ഗവൺമെൻറ്റിൻ്റെ പൊതുചെലവിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. മറ്റൊരു പ്രധാന ഘടകമാണ് ജനസംഖ്യാ വർധനവ്. ഒരു രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്ന ജനസംഖ്യക്ക് ആനുപാതികമായി രാജ്യത്തെ വിദ്യാഭ്യാസ സൗകര്യം, ആരോഗ്യ സൗകര്യം, പാർപ്പിട സൗകര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടതായി വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ജനസംഖ്യാ വർധനവെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് പ്രധാനമായിട്ടും പൊതുചെലവ് വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പം ഓർത്തു വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും വരും. ഞാനിടുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.